2 ദിവസത്തേക്കുള്ള രാവിലത്തേടം കണക്ക് കൂട്ടിയാണ് മിക്കപ്പോഴും ഞാൻ അരി ഉഴുന്നും വെള്ളത്തിലിടാറുള്ളത്. ഒരു ദിവസം ദോശ ഉണ്ടാക്കിയാൽ ബാക്കി മാവ് പിറ്റേന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടാവും. 3 ഗ്ലാസ് പച്ചരിക്ക് 1.5 ഗ്ലാസ് ഉഴുന്നാണ് ഇവിടത്തേക്കുള്ള കണക്ക്. ഉഴുന്നിൻ്റെ കൂടെ ഒരു നുള്ള് ഉലുവയും കൂടി ഞാൻ കുതിർക്കാനിടും. കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വെച്ചിട്ടാണ് രാവിലെ ജോലിക്ക് പോകുന്നത്. സന്ധ്യ കഴിഞ്ഞ് ആദ്യം ഉഴുന്നെടുത്ത് അരച്ച് വെക്കും. പിന്നെ പച്ചരി പകുതി അരച്ചിട്ട് 2 സ്പൂണ് വെന്ത ചോറ് ചേർക്കും. അത് കുത്തരിച്ചോറോ വെള്ളയരിച്ചോറോ എന്താ അപ്പം ഉള്ളതെന്ന് വെച്ചാൽ അന്നേരം ചേർക്കും. എന്നിട്ട് അത് അതേപോലെ വെച്ചിരുന്നിട്ട് കിടക്കാൻ സമയമാകുമ്പോഴത്തേക്ക് ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കും. രാവിലെ ഇത് മാവ് നല്ല സെറ്റായിരിക്കുന്നുണ്ടാവും, ബബിള് പോലെ. രാവിലെ മാവ് എടുക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് ദോശയോ ഇഡലിയോ എന്താ വെച്ചാൽ അന്നേരം ഉണ്ടാക്കും. ഇവിടെ ദോശ ഉണ്ടാക്കിയാലും ഇഡലിയോ ഉണ്ടാക്കിയാലും 2 പേർക്കും 2 ഇഷ്ടങ്ങളാണ്. ഒരാൾക്ക് ചമ്മന്തി വേണം, ഒരാൾക്ക് സാമ്പാർ വേണം. ഇവിടെ മിക്കവാറും ദോശ ഇഡലിയോ ഉള്ള ദിവസങ്ങളിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ സാമ്പാർ വയ്ക്കും. പിന്നെ ഒരു കുഞ്ഞി ചമ്മന്തിയും കൂടെ അരയ്ക്കും. അപ്പോൾ ഇന്ന് ദോശയും സാമ്പാറും തക്കാളി ചമ്മന്തിയാണ്.